വടക്കൻ തായ്ലൻഡിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ടൈഗർ കിങ്ഡം പാർക്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ചത്തൊടുങ്ങിയത് 72 കടുവകൾ. സന്ദർശകർക്ക് കടുവകളുമായി നേരിട്ട് ഇടപഴകുവാൻ അവസരം നൽകുന്ന ഇവിടുത്തെ 2 കേന്ദ്രങ്ങളിലായാണ് 72 കടുവകൾ ചത്തത്. ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ കടുവകളിൽ കനൈൻ ഡിംസ്റ്റർ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. സാധാരണയായി നായകളെ ബാധിക്കുന്ന ഈ മാരക വൈറസ് ശ്വസന വ്യവസ്ഥയെയും നാഡീവ്യൂഹത്തെയുമാണ് പ്രധാനമായും ബാധിക്കുക. കടുവകളുടെ അവശിഷ്ടങ്ങളിൽ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം വൈറസ് ബാധ എങ്ങനെയുണ്ടായെന്ന് അധികൃതർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കടുവകളിൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുവാൻ വൈകിയതാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുവാൻ കാരണമെന്ന് നാഷണൽ ലൈവ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ സോംചുവാൻ പറഞ്ഞു. നിലവിൽ മനുഷ്യരിലേക്ക് വൈറസ് പടർന്നിട്ടില്ല. എങ്കിലും ഇവിടെ ജോലി ചെയ്തിരുന്ന വെറ്റിനറി ഡോക്ടർമാരും ജീവനക്കാരും 21 ദിവസത്തെ നിരീക്ഷണത്തിലാണ്. ഭക്ഷണമായി നൽകിയ പച്ചക്കോഴി ഇറച്ചിയിലൂടെയാണോ വൈറസ് പടർന്നതെന്ന് അധികൃതർ സംശയിക്കുന്നുണ്ട്. 2004 തായ്ലൻഡിലെ മറ്റൊരു പാർക്കിലും സമാനമായ രീതിയിൽ കോഴിയിറച്ചിയിലൂടെ പക്ഷിപ്പനി പടരുകയും 150ഓളം കടുവകൾ ചാവുകയും ചെയ്തിരുന്നു. നിലവിൽ ടൈഗർ കിങ്ഡം താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കടുവകളെ ദയാവധത്തിന് വിധേയമാക്കുവാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.